പേജ് നമ്പർ 42 തന്നെ 5th ക്വസ്റ്റ്യൻ. യൂസ് എ കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിൻ അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. 2 ഡെസിമൽ പ്ലേസ്, അതായത് പോയിന്റ് ശേഷം 2 ഡിജിറ്റ് കിട്ടത്തക്ക വിധം പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. ഓഫ് ദ സർക്കിൾ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ഈ സർക്കിളിന്റെ പെരിമീറ്ററും ഏരിയയും കാണും. സോ പെരിമീറ്റർ, സർക്കിളിന്റെ ഒക്കെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ് തൊട്ടേ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല. എന്തായിരുന്നു ആ ഫോർമുല? 2πr. അതേപോലെ തന്നെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. സർക്കിളിന്റെ ഏരിയ πr². ഇതിൽ r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് ആദ്യം ആരെ കണ്ടെത്തണം? റേഡിയസ്. r എന്ന് പറഞ്ഞാല് റേഡിയസ്. ഈ റേഡിയസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പൊ നോക്കിയേ, സെറ്റ് സ്ക്വയർ ഇങ്ങനെ തന്നിട്ടുണ്ടല്ലേ, സർക്കിളിന്റെ മുകളിൽ ഒരു സെറ്റ് സ്ക്വയർ വെച്ചിരിക്കുക. ഇനി സെറ്റ് സ്ക്വയറിന്റെ ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റുകൾക്ക് നോക്കൂ, പേര് കൊടുക്കണം. ഇത് എ എന്ന് എടുക്കണം നമ്മള്, ഈ പോയിന്റ് ബി എന്ന് എടുക്കണം, ഈ പോയിന്റ് സി എന്ന് എടുക്കണം. ഇനി സെറ്റ് സ്ക്വയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഈ പോയിന്റിലെ ആംഗിളിന്റെ മെഷർ എത്രയാണ്? സി എന്ന് പറയുന്നത്, അതെ, സി എന്ന് പറയുന്ന പോയിന്റിലെ മെഷർ 90 ഡിഗ്രിയാണ്. സോ ആംഗിൾ സി എന്താണ്? 90. ഇനി നമ്മൾ ഈ എയും ബിയും കൂടെ അങ്ങോട്ട് ജോയിൻ ചെയ്യണം. അപ്പൊ ജോയിൻ ചെയ്യുന്ന മുമ്പായിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഇല്ല, നമുക്ക് ആവശ്യമില്ല. ആ ട്രയാങ്കിൾ അത് റബ്ബ് ചെയ്ത് കളയുന്നു. എല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് കളയുന്നു. ഇനി നോക്കൂ, നമ്മള് ഇതാ എയും ബിയും ജോയിൻ ചെയ്തു. അപ്പൊ അത് ജോയിൻ കെ ബി. എ ബി ജോയിൻ ചെയ്തു. എ ബി ജോയിൻ ചെയ്തപ്പോ നോക്കൂ, ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്താ? എ ബി എന്തായിരിക്കും? ഡയാമീറ്റർ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിളിലെ 2 എൻഡ് പോയിന്റ്സ് എന്താണ്? 90 ഡിഗ്രിയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇതെന്തായിരിക്കും? ഡയാമീറ്റർ. ഡയാമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ആണ് 90 ഡിഗ്രി ഫോം ചെയ്യുക. അപ്പൊ എ ബി ഡയാമീറ്റർ. അപ്പൊ റേഡിയസ് കിട്ടാൻ നമ്മൾ ആദ്യം ഈ ഡയാമീറ്റർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ട്രയാങ്കിൾ എ ബി സി, റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ? ഇൻ ട്രയാങ്കിൾ എ ബി സി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. എന്താ പൈതഗോറസ് തിയറം? പൈതഗോറസ് തിയറം എന്താ പഠിച്ചിട്ടുള്ളത്? പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു തിയറം, പൈതഗോറസ് തിയറം. നമ്മൾ പഠിച്ചത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമ്മൾ പഠിച്ചതാ. ഇനി നോക്കൂ, ഇത് 3 എന്ന് വന്നിരിക്കുന്നത്. ഇത് വരെ ലെങ്ത് 1 2 3. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എസിയുടെ ലെങ്ത് ഇത് എത്രയാണ്? 3. അതേപോലെ ഇതുവരെ 6 ആ. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും? 6. അപ്പൊ ഇതിൽ 2 സൈഡ്സ് കിട്ടി. ഇനി 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്. മറ്റേത് ബേസും ഒന്ന് ആൾട്ടിറ്റ്യൂഡ്. ഇത് മാറി മാറി എടുക്കാം. ബേസും ആൾട്ടിറ്റ്യൂഡ് നമുക്ക് മാറി മാറി എടുക്കാം. ഇതിൽ കൊടുക്കണം. ബേസ് നമ്മൾ 3 ആയിട്ട് എടുത്തു. അപ്പൊ എന്താണ്? 3 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് നമ്മൾ 6 ആയിട്ട് എടുത്തു. 6 സ്ക്വയർ. എന്തൊക്കെയാ? ബേസ് 3യും ആൾട്ടിറ്റ്യൂഡ് 6 ആയിട്ട് നമ്മൾ എടുത്തു. ബേസ് 3യും 3 സെന്റിമീറ്റേഴ്സും ആൾട്ടിറ്റ്യൂഡ് 6ഉം ആയിട്ട് എടുത്താൽ രണ്ടും മാറി മാറി എടുക്കാട്ടോ, കുഴപ്പമില്ല. ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 into 3. എന്താ 3 into 3? 9 പ്ലസ് 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 6 into 6 എന്താ? 36. ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്താൽ നമുക്ക് 45 എന്ന് കിട്ടി. ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആണ് 45. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്താവും? സ്ക്വയർ ആണ് 45 എങ്കിൽ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോ എന്തായി മാറും? സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോ √45. ഇനി 45ന് കറക്റ്റ് റൂട്ട് ഉണ്ടോ? 45ന് കറക്റ്റ് റൂട്ട് ഇല്ല. അപ്പൊ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യും. എന്ത് ചെയ്യാം? 45 പറഞ്ഞ ഏതിന്റെ മൾട്ടിപ്പിൾ ആണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? അതിനെ നമുക്ക് 9 into 5 എന്ന് എഴുതാം.
അപ്പൊ കറക്റ്റ് റൂട്ട് ഇല്ലാത്തതായതുകൊണ്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇതിന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കി 9 into 5. ഇനി നോക്കൂ 9ന് കറക്റ്റ് റൂട്ട് ഉണ്ട്, എന്താണ് 3. എന്നാൽ 5ന് റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ആ √5 അങ്ങനെ എഴുതി. സോ നമുക്ക് ഡയാമീറ്റർ കിട്ടി. എത്രയാണ്? 3√5 സെന്റിമീറ്റേഴ്സ് അല്ലെ? കാരണം ഹൈപ്പോഡ്ന്യൂസ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഹൈപ്പോഡ്ന്യൂസ് ആണ് 3√5. ഇവിടെ ഹൈപ്പോഡ്ന്യൂസ് എന്താ? 90യുടെ ഓപ്പോസിറ്റുള്ള സൈഡാണ് ഹൈപ്പോഡ്ന്യൂസ്. അപ്പൊ 3√5 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയാമീറ്റർ. സോ നമുക്ക് കിട്ടി ഡയാമീറ്റർ ഈക്വൽ ടു എന്താണ്? ഡയാമീറ്റർ ഈക്വൽ ടു 3√5. ഹൈപ്പോഡ്ന്യൂസ് തന്നെയാണ് ഡയാമീറ്റർ. അപ്പൊ ഹൈപ്പോഡ്ന്യൂസിന്റെ അതേ മെഷർ അല്ലെ? 3√5 ഡയാമീറ്റർ കിട്ടി. ഇനി നമുക്ക് ആവശ്യം എന്ത് കണ്ടുപിടിക്കാം? റേഡിയസ് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കൂ, ഡയാമീറ്റർ നമ്മൾ കണ്ടുവച്ചു 3√5 എന്നുള്ളത്. അപ്പൊ ഇനി റേഡിയസ് ആണ് നമുക്ക് ആവശ്യം. റേഡിയസ് ഈക്വൽ ടു, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയാമീറ്ററിന്റെ പകുതി. അപ്പൊ ഇതിന്റെ പകുതി എങ്ങനെ കാണാം? 3√5/2. ഇനി നോക്കി, ഇതിന്റെ പകുതി 3√5ന്റെ പകുതി പറഞ്ഞാൽ ഡിവൈഡ് ബൈ 2. പക്ഷെ ഇത് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മൾ എഴുതിയാൽ മതി. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 നമുക്ക് കിട്ടി. ഇനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr എന്നുള്ളത് ഫോർമുലയാണ്. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2π അതുപോലെ എഴുതണം. ഇൻറ്റു ആറിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 3√5/2. ഇനി നോക്കൂ, മേലെയും താഴെയും ഓരോ 2 ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിയേ, പൈ എന്ന് പറഞ്ഞാൽ പൈയുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. പ്രോബ്ലത്തിലൊന്നും വാല്യൂ തരണം എന്നില്ല. പൈയുടെ വാല്യൂ എന്താ? 3.14. അത് ഇവിടെ കൊടുക്കുക. 3.14 ഇൻറ്റു 3 ഇൻറ്റു √5ന്റെ വാല്യൂ അത് നമുക്ക് തരും പ്രോബ്ലത്തില്. അത് ബൈഹാർട്ട് പഠിക്കണമെന്നില്ല. ഇതാണ് വാല്യൂ വരിക 2.236. അതിൽ കൊടുക്കാം 2.236. എന്നിട്ട് ഇത് മൂന്നും കൂടെ നിങ്ങൾ ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 21.06312. ഇതാണ് വാല്യൂ കിട്ടുക. അപ്പൊ നമ്മളോട് പറയാനുള്ള ഡെസിമൽ പ്ലേസ് 2 മതി. അതായത് പോയിന്റ് ശേഷം 2 പ്ലേസ്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ചുരുക്കിയിട്ട് 21.2 പ്ലേസ് വരെ 06 സെന്റിമീറ്റേഴ്സ് എന്നത്. സോ പെരിമീറ്റർ കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് ഏരിയ കാണാം. ഏരിയ നോക്കൂ, πr² എന്നാ. പൈ അതുപോലെ എഴുതി ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതാ? 3√5/2 6. അതിന് സ്ക്വയർ ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു പൈ അതുപോലെ എഴുതി ഇൻറ്റു ഇനി ഓരോന്നിന്റെ സ്ക്വയർ. ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓരോ ടേമും സ്ക്വയർ ആണ്. 3യുടെ സ്ക്വയർ 9. ഇനി √5ന്റെ സ്ക്വയർ. എന്താ √5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് പോവും, അതായത് 5 ബൈ താഴെ എന്താ ഉള്ളത്? താഴെ 2ന്റെ സ്ക്വയർ 4. ദാറ്റ്സ് ഈക്വൽ ടു, ഇതെല്ലാം ഇൻറ്റു ചെയ്യാം. പൈയുടെ വാല്യൂ കൊടുക്കാം കേട്ടോ. പൈയുടെ വാല്യൂ എന്താ? 3.14. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. 3.14 ഇൻറ്റു 9 ഇൻറ്റു 9 5 ഒക്കെ അതുപോലെ എഴുതി ബൈ 4. ഇനി ഈ മേലത്തെ 3 കൂടെ ഇൻറ്റു ചെയ്യാം. 3.14 9 5 കൂടെ ഇൻറ്റു ചെയ്യാം. ആ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.41.30 എന്ന് കിട്ടും. ഇതെല്ലാം ഇൻറ്റു ചെയ്യാം. ബൈ താഴെ എന്നുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 35.325. 35.32. 2 പ്ലേസ് മതി. 325 എന്ന് വരും. 32 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. 35.32 സെന്റിമീറ്റർ സ്ക്വയർ. ഇത്രയാണ് ഈ പ്രോബ്ലം. പെരിമീറ്റർ കണ്ടു, ഏരിയ കണ്ടു. നെക്സ്റ്റ് ഒരു നോട്ടാണ് ഇത്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് ആവശ്യമുള്ളതാണ്. എന്താണ് പോയിന്റ്? ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് 2 sides ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിലെയും മിഡ് പോയിന്റ് ഇതാണ്. ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ധരിക്കുക, നടുക്ക്. അതേപോലെ ഈ സൈഡിനും ഒരു മിഡ് പോയിന്റ് ഉണ്ടാവുമല്ലോ. ഈ 2 പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന ലൈന്, ഈ ലൈൻ ഒരു പിക്യുലാരിറ്റി ഉണ്ട്. ഈ ലൈൻ എന്തായിരിക്കും പറയുന്നത്? ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. ഈ സൈഡിന് പാരലൽ ആയിരിക്കും. ഇത് രണ്ടും പാരലൽ ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്.
സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈന് ഈ തേർഡ് ലൈനിന്റെ ഹാഫ് ആയിരിക്കും, പകുതി ആയിരിക്കും. സോ ഹാഫ് ഓഫ് തേർഡ് സൈഡ്. ആ പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, ഇത് അറിഞ്ഞിരിക്കുക പോയിന്റ്. നെക്സ്റ്റ് 6th question. The two circles in the picture cross each other at A and B. ഈ പിക്ചറിൽ 2 സർക്കിൾ ഉണ്ടാവും. ഒരു സ്മോൾ സർക്കിൾ ഉണ്ട്, ഒരു ലാർജ് സർക്കിൾ ഉണ്ട്. ഇത് ക്രോസ് ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എയും ബിയും, കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എയും ബിയും. The points P and Q are the other ends of the diameters through A. എന്താ പറയണത്? ഈ സ്മോൾ സർക്കിളിന്റെ ഡയാമീറ്റർ ആണിത്. അതിന്റെ ഒരു എൻഡ് പി. സെക്കൻഡ് സർക്കിളിന്റെ ഡയാമീറ്റർ ആണിത്. അതിന്റെ ഒരു എൻഡ് ആണ് ക്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രൂവ് ദാറ്റ് പി ബി ക്യൂ ലൈ ഓൺ എ ലൈൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പിയും ബിയും ക്യൂ ഒരൊറ്റ ലൈനിലാണെന്ന് കാണിക്കാം. അതായത് ഇത് മൂന്നും ചേർത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റുമെന്ന് കാണിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ പി ബി ജോയിൻ ചെയ്തു. ജോയിൻ പി കോമ ബി, അതൊന്നും. നെക്സ്റ്റ് ജോയിൻ എ ബി, ജോയിൻ എ കോമ ബി, രണ്ടും ജോയിൻ ചെയ്തു. ഇനി നോക്കി നോക്കൂ, ഇത് ഡയാമീറ്റർ ആണ്. ഈ 2 എൻഡും ഇവിടെ ടച്ച് ചെയ്തു സർക്കിളിന്റെ മുകളിൽ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? എ പി ബി, എ ബി പി, ഈ ആംഗിൾ എത്രയായിരിക്കും? ഡയാമീറ്റർ അല്ലേ, സർക്കിളിന്റെ മുകളിൽ ജോയിൻ ചെയ്യുന്ന വെച്ചാൽ എത്ര ഡിഗ്രി ആവും? 90. സോ എ ബി പി ഈക്വൽ ടു 90 ഡിഗ്രി. റീസൺ ഓൺ ദ സർക്കിൾ. ഓക്കെ. നെക്സ്റ്റ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സർക്കിളിലേക്ക് പോകണം. ഇതിൽ നമ്മൾ എന്ത് ജോയിൻ ചെയ്യുന്നതാ? ബി ക്യൂ ജോയിൻ ചെയ്തു. ജോയിൻ ബി കോമ ക്യൂ ജോയിൻ ചെയ്തു. അപ്പൊ നോക്കി, അപ്പൊ ഇവിടെ പുതിയൊരു ആംഗിൾ ഫോം ചെയ്തു. ഈ ആംഗിൾ ഡയാമീറ്റർ ആണിത്. ഡയാമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ഇവിടെ ജോയിൻ ചെയ്തു. ഇപ്പൊ ഇവിടെ കിട്ടിയ ആംഗിൾ എ ബി ക്യൂ. ആംഗിൾ എ ബി ക്യൂ ഈക്വൽ ടു എത്ര വരിക? ഇതും എത്ര ഡിഗ്രിയാ? 90. സോ രണ്ടും 90. ഇവിടെ 90, ഇവിടെ 90. സോ ടോട്ടൽ എത്ര വന്നു? സം ഓഫ് ആംഗിൾസ് അറ്റ് ബി. ബിയിലെ ആംഗിൾസിന്റെ സം എന്താ വരിക? 90 പ്ലസ് 90. 90 പ്ലസ് 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി. അതായത് കറക്റ്റ് ഇവിടെ 180 ഒരു പൊട്രാക്ടർ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. അതിനർത്ഥം എന്താ? എപ്പോഴാ പൊട്രാക്ടർ ഷേപ്പ് കിട്ടുക? ഇങ്ങനൊരു പൊട്രാക്ടർ ഷേപ്പ് എപ്പോഴാണ് കിട്ടുക നമുക്ക്? ആംഗിൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവണം, എങ്കിലേ ആ ആംഗിൾ 180 കിട്ടുള്ളൂ. അതിനർത്ഥം എന്താ? പി ക്യൂ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. പി ബി ക്യൂ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ? പി ബി ക്യൂ എന്ന് പറയുന്നത് therefore പി ബി ക്യൂ എന്താണ്? ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സോ പി കോമ ബി കോമ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതൊക്കെ എന്തായിരിക്കും? പി കോമ ബി കോമ ക്യൂ എവിടെയായിരിക്കും? ലൈ ഓൺ എ ലൈൻ, ഒരൊറ്റ ലൈനിലായിരിക്കും അത് കിടക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ 180 കിട്ടിയത്. അല്ലെങ്കിൽ 180 കിട്ടില്ല. സ്ട്രെയിറ്റ് ലൈന് വരുമ്പോഴേ 180 വരുള്ളൂ. സോ അതിലെ സബ് ഡിവിഷൻ 1ന്റെ ആൻസർ ഇത്രയും. അടുത്തത് അതിലെ തന്നെ സബ് ഡിവിഷൻ 2 ആണ് കേട്ടോ. ഫിഗർ അത് തന്നെ. പ്രൂവ് ദാറ്റ് പി ക്യൂ ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ദ സർക്കിൾസ്. ഓക്കെ, ഈ പി ക്യൂ എന്ന ലൈന് എന്തിന്റെ പാരലാന്ന് കാണിക്കണം? ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ദ സർക്കിൾ. ഇവിടെ 2 സർക്കിൾ ഉണ്ട് അല്ലെ? ഇതിന്റെ സെന്ററുകൾ ജോയിൻ ചെയ്യുന്ന ലൈന്. അപ്പൊ ഈ സ്മോൾ സർക്കിളിന്റെ സെന്റർ ആണിത്, ലാർജ് സർക്കിളിന്റെ സെന്റർ ആണിത്.
ഇത് ജോയിൻ ചെയ്യുന്ന ലൈൻ. അപ്പൊ സെന്ററിന് നമുക്കൊരു പേര് കൊടുക്കാം. ഒന്ന് O എന്നും കൊടുക്കാം, ഒന്ന് C എന്നും. ഇത് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞത് അങ്ങനെ. അപ്പൊ അതിനായി ജോയിൻ OC. അപ്പൊ നോക്കൂ, ഈ ലൈന് ഇതിന് പാരലൽ ആണെന്ന് കാണിക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, വലിയൊരു ട്രയാങ്കിൾ ഉണ്ട്. ഏതാണ് അതിന്റെ പേര്? APQ. എടുക്കും. ഈ ട്രയാങ്കിൾ APQ നമ്മൾ ജോയിൻ ചെയ്തു. അപ്പൊ നമുക്കിത് പാരലൽ ആണെന്നും കാണിക്കണം. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ കാണിക്കണം. എന്താ? ആൻഡ് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ. ഇനി ഈ PQ ഈ ലൈനിന്റെ ഇരട്ടിയാണെന്നും കൂടെ കാണിക്കണം. അപ്പൊ നമുക്ക് എന്താ കാണിക്കാം? PQ OCയുടെ ട്വൈസ് ആണ് ഇരട്ടി. ട്വൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എന്നാണ് അർത്ഥം. ഡബിൾ ആണെന്നും കാണിക്കണം. അപ്പൊ എന്താ കാണിക്കണം? PQ ഈസ് പാരലൽ ടു ദ ലൈൻ. ഇവിടെ ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതിനെയാണ്? OC. അപ്പൊ അതൊന്ന് അവിടെ എഴുതി വെക്കണം. OCക്ക് പാരലൽ ആണെന്ന് കാണിക്കണം. അതൊരു കാര്യം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? PQ പാരലൽ ടു OC. അതൊരു കാര്യം. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? അടുത്തത് ആൻഡ് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ. ആര്? PQ എന്താവണം? PQ ഈ ലൈനിന്റെ ഇരട്ടിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതൊന്ന് എഴുതി വെക്കാം. എന്താണ്? എന്നിട്ട് നമുക്ക് പ്രൂഫിലേക്ക് വരാം. എന്തൊക്കെയാ പ്രൂവ് ചെയ്യാനുള്ളത്? വി ഹാവ് ടു പ്രൂവ്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. എന്ത്? PQ പാരലൽ ടു OC. അതൊരു കാര്യം. പിന്നെ അടുത്തത് എന്താണ്? ഏത് ഡബിൾ ആണെന്നുള്ളത്? OCയുടെ ഡബിൾ ആണ് PQ. അതായത് PQ ഇസ് ഈക്വൽ ടു, വലുത് നോക്കിയാൽ തന്നെ അറിയാം, PQ അല്ലേ വലുത്, ഇസ് ഈക്വൽ ടു ഡബിൾ. ട്വൈസ് എന്ന് പറഞ്ഞാൽ ഇരട്ടി, ഡബിൾ. എന്താണ് മീനിങ്? ഡബിൾ. ഡബിൾ ഓഫ് OC. ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? 2OC. OCയുടെ ഇരട്ടി. ഡബിൾ ഓഫ് OC. അങ്ങനെ എഴുതണമെങ്കിൽ എഴുതാം കേട്ടോ. ഡബിൾ ഓഫ് OC. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു നോക്കൂ. അതിനായിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ട്, APQ. ഈ ഒരു ട്രയാങ്കിൾ കൂടെ എടുത്തു. ഈ ട്രയാങ്കിൾ APQ നമ്മൾ എന്ത് ജോയിൻ ചെയ്ത് വെച്ചു? ജോയിൻ OC. ജോയിൻ OC ജോയിൻ ചെയ്തു. ഇനി നമുക്കറിയാം Oയും Cയും എന്താണ്? സെന്റേഴ്സ് ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ സെന്റേഴ്സ് ആണ്. അപ്പൊ OC ഈസ് എ ലൈൻ. സോ OC എന്ന് പറയുന്നത് ഈസ് ദ ലൈൻ ജോയിനിങ് എന്തിന്റെയൊക്കെയാണ്? മിഡ് പോയിന്റ്സ്. ഈ സൈഡിന്റെ മിഡ് പോയിന്റ്. സെന്റർ എന്ന് പറഞ്ഞാല് ഈ സൈഡിന്റെ മിഡിലാണിത്. ഈ സൈഡിന്റെ മിഡിലാണിത്. അപ്പൊ OC എന്ന് പറയുന്നത് ഈസ് എ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ്. ഏതൊക്കെ സൈഡ്സാ? APയുടെയും AQവിന്റെയും. AP എന്ന സൈഡിന്റെയും AQ എന്ന സൈഡിന്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത ലൈനാണ് OC. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു, മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവ രണ്ടും തമ്മിലുള്ള കണ്ടീഷൻ എന്താ? ഇത് രണ്ടും എന്തായിരിക്കും? പാരലൽ. അപ്പൊ therefore നമുക്ക് പറയാം PQ പാരലൽ ടു OC. അത് ഫസ്റ്റ് വൺ. അത് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പറയണ്ടായി ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. OC എന്ന് പറയുന്നത് ഇതിന്റെ ഹാഫാ. അത് നമ്മൾ നോട്ടായിട്ട് എഴുതി. OC ഈക്വൽ ടു ഹാഫ് ഓഫ് PQ. ഹാഫ് ഓഫ് PQ എന്ന് പറഞ്ഞാൽ എന്താ? OC ഈക്വൽ ടു, അതായത് ഇങ്ങനെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ഈ ലൈന്, ഈ ലൈനിന്റെ തേർഡ് സൈഡിന്റെ പകുതി ആയിരിക്കും. അത് എഴുതി വെച്ചു. പകുതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, PQ by 2. by 2 അല്ലേ? by 2 ഇങ്ങോട്ട് വന്നാൽ എന്തായി മാറും? ഡിവൈഡഡ് ബൈ 2 ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി മാറും? ഇൻറ്റു 2. എന്താവും? 2OC ഈക്വൽ ടു PQ.
അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള രണ്ട് കണ്ടീഷൻ ആയില്ലേ, പാരലലും ആയി, പിന്നെന്താ ഡബിൾ പി ക്യു സി ഈക്വൽ ടു ഡബിൾ ഓഫ് ഒ സി. ഹൻസ് പ്രൂവ്ഡ്, നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ആണ് പ്രൂഫ്. പ്രൂവ് ദാറ്റ് ദ ടു സർക്കിൾസ്, രണ്ട് സർക്കിൾ ഉണ്ട്, ഡ്രോൺ ഓൺ ദ ടു ഈക്വൽ സൈഡ്സ് ഓഫ് എൻ ഐസോസെലസ് ട്രയാംഗിൾസ് ഡയാമീറ്റേഴ്സ്. ആ രണ്ട് സർക്കിളിന്റെയും ഡയാമീറ്റർ എന്ന് പറയുന്നത് എന്താ, ഐസോസെലസ് ട്രയാംഗിളിന്റെ രണ്ട് ഈക്വൽ സൈഡ്സ് ആണ്. അപ്പൊ ഫിഗർ നമുക്ക് തന്നിട്ടില്ല രണ്ട് സർക്കിള്. അപ്പൊ നമുക്ക് രണ്ട് സർക്കിള് വരയ്ക്കാം. ഇനി ഈ സർക്കിളിന്റെ പ്രത്യേകത എന്താ, ഇതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈൻ, അതേപോലെ തന്നെ ഈ സർക്കിളിനും ഒരു ഡയാമീറ്റർ ഉണ്ടാവുമല്ലോ, ഈ ലൈനും, അതായത് ഈ രണ്ട് ലൈനും ഒരു ഐസോസെലസ് ട്രയാംഗിളിന്റെ ഈക്വൽ സൈഡ്സ് ആണ്. ഈക്വൽ സൈഡ്സ് ഓഫ് എൻ ഐസോസെലസ് ട്രയാംഗിൾ, അതായത് ഈ രണ്ട് ഡയാമീറ്റേഴ്സും ഈക്വൽ. അതിനർത്ഥം എന്താ, ഈ രണ്ട് സർക്കിളും അപ്പൊ എന്തായിരിക്കും, ഡയാമീറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ സർക്കിളിന്റെ സൈസും ഈക്വൽ. അപ്പൊ രണ്ട് സൈഡല്ലേ പായിട്ടുള്ളൂ. ഇനി അടുത്തെന്താ പറയണത്, ഡയാമീറ്റേഴ്സ് പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് തേർഡ് സൈഡ്. ഈ രണ്ട് സർക്കിളും പാസ് ചെയ്യുന്നത് എന്തിലൂടെയാണെന്ന് കാണിക്കണം, മിഡ് പോയിന്റ് ഓഫ് തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ. അപ്പൊ തേർഡ് സൈഡ് ഇങ്ങനെ വരും, തേർഡ് സൈഡ്, ഇതാണ് തേർഡ് സൈഡ്. ഈ തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ഇതാണെന്ന് കാണിക്കണം. അതായത് തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെയാണ് ഈ രണ്ട് സർക്കിളും പാസ് ചെയ്യുന്നത് നമുക്ക് കാണിക്കണം. ഇപ്പൊ ഫിഗറിൽ വേറെ ഒന്നും തന്നിട്ടില്ല, ഇത്രയാണ്, ഫിഗറും തന്നിട്ടില്ല അല്ലെ. ഇത്രയും കണ്ടീഷൻസ് നമുക്ക് തന്നു. ഇത് വെച്ച് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ, അപ്പൊ ആദ്യം നമ്മൾ ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കാം, ABC എന്ന് കണ്ടു. ഈ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഡി. അപ്പൊ നോക്കി നോക്കിയേ, ഈ ഡി എന്നുള്ളത് മിഡ് പോയിന്റ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ, ഡി എന്നത് മിഡ് പോയിന്റ്, അതായത് ഈ രണ്ട് സർക്കിളും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് മിഡ് പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ എയിൽ നിന്ന് ഡിയിലേക്കുള്ള ലെങ്ത്തും ഡിയിൽ നിന്ന് ബിയിലേക്കുള്ള ലെങ്ത്തും എങ്ങനെയായിരിക്കും, ഇത് രണ്ടും ഈക്വൽ. അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, വി ഹാവ് ടു പ്രൂവ് എന്താ, AD equal to DB, AD equal to DB എന്ന് കിട്ടണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല്, ഈ സിയും ഡിയും കൂടെ ജോയിൻ ചെയ്യും. ജോയിൻ സി ഡി. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. ഒരു ട്രയാങ്കിൾ എന്താ, ADC, രണ്ട് ട്രയാങ്കിൾ എടുക്കണം. ഈ ട്രയാങ്കിൾ ADC. അതേപോലെ അടുത്ത ട്രയാങ്കിൾ ഏതാ, അടുത്ത ട്രയാങ്കിൾ ഇപ്പുറത്തൊന്നുണ്ട്, BDC, BDC. രണ്ട് ട്രയാങ്കിൾ നമ്മൾ എടുത്തു. നോക്കി നോക്കാം, ഇതൊരു ട്രയാങ്കിൾ, ഇത് ഷെയ്ഡ് ചെയ്യാം കേട്ടോ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതൊരു ട്രയാങ്കിൾ. അതേപോലെ ഇപ്പുറത്തൊരു ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിൾ നമ്മൾ ചൂസ് ചെയ്തു. ഇനി ഇതിന് എന്തൊക്കെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. നോക്കൂ, ADC, ഈ ആംഗിൾ എത്രയാ, ഇത് ഡയാമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ADC എത്ര ഡിഗ്രി ആയിരിക്കും, ആംഗിൾ ADC ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്, ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, ഓൺ ദ സർക്കിൾ, ഡയാമീറ്റേഴ്സിന്റെ എൻഡ് പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ആണ്. അത് കിട്ടി. അതേപോലെ നോക്കൂ, ഇപ്പുറത്ത് നോക്കൂ, ഇതാ BCയുടെ എൻഡ് പോയിന്റ് ഇവിടെ ജോയിൻ ചെയ്യുന്നു, BCയുടെ എൻഡ് പോയിന്റ്സ് ഇവിടെ ജോയിൻ ചെയ്തതാ. അപ്പൊ ഈ ആംഗിൾ എത്രയാ, ഇതും 90. സോ BDC യും 90. ആംഗിൾ BDC ആൾസോ ഈക്വൽ ടു 2, രണ്ടും 90. ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പിൽ എഴുതി 90. റീസൺ ഓൺ ദ സർക്കിൾ. ഈ നോക്കൂ, ഈ രണ്ട് സൈഡും ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡാണ്. അപ്പൊ ഇതും എന്തായി, ഈക്വൽ. സോ AC ഈക്വൽ ടു BD. കാരണം എന്താ, ടു ഈക്വൽ സൈഡ്സ്
ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2 ഈക്വൽ സൈഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ സൈഡ്സ് ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ. അത് നമുക്ക് ഈ മനസ്സിലാവാനാണ് അതിലൂടെ സ്റ്റെപ്പ്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ 2 ഈക്വൽ സൈഡ്സ് ആണ്. അത് എഴുതിയിട്ടു. ഈ 2 ട്രയാങ്കിൾ നോക്കിയേ. സി ഡി എന്താ? കോമൺ സൈഡ് അല്ലേ? സി ഡി കോമൺ സൈഡ്. അപ്പൊ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു. ഇതിൽ നോക്കി നോക്കി എന്തൊക്കെയാണ്? ഒന്ന് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ അതിന് നമുക്കൊരു ലെറ്റർ ആർ. പിന്നെ നോക്കൂ, 90യുടെ ഓപ്പോസിറ്റുള്ള സൈഡുകൾ രണ്ടും ഈക്വലാ. ഈ സൈഡിനെ പറയുന്ന പേരെന്താ? ലോങ്സ്റ്റ് സൈഡിനെ ഹൈപ്പോട്ന്യൂസ്, പെച്ച്. പിന്നെ ഒരു സൈഡും കൂടെ ഏതാ? സി ഡി. സൈഡ് ആയതുകൊണ്ട് അതിന് എസ്. അപ്പൊ ഇങ്ങനെ വരുന്ന കണ്ടീഷനെ നമ്മൾ പറയുക ഒരു റൈറ്റ് ആംഗിൾ വരണം, 2 ഹൈപ്പോട്ന്യൂസുകൾ രണ്ടിന്റെയും ഈക്വൽ ആവണം, പിന്നെ ഏതെങ്കിലും ഒരു സൈഡും കൂടി ഈക്വൽ ആണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ പറയാ RHS കണ്ടീഷൻ. അപ്പൊ ഇവിടെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? RHS കണ്ടീഷൻ ആണ് ഈ കണ്ടീഷനെ പറയും. അപ്പൊ ഈ കണ്ടീഷൻ അനുസരിച്ച് നമുക്കറിയാം ഈ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ 2 ട്രയാങ്കിൾ ഈക്വൽ ആവും. ഏതാ ട്രയാങ്കിൾ? ട്രയാങ്കിൾ ADC ഈക്വൽ ടു ട്രയാങ്കിൾ BDC ഈക്വൽ. ട്രയാങ്കിൾ 2 ഈക്വൽ ആണ്. 2 ട്രയാങ്കിളും ഈക്വൽ ആണെങ്കിൽ എന്താ പ്രത്യേകത? 2 സൈഡ്സ് ഈക്വൽ ആയി. ഈ 2 സൈഡ് ഈക്വൽ എന്ത്? കോമൺ സൈഡ്. അങ്ങനെയാണെങ്കിൽ തേർഡ് സൈഡ് AD എന്തായിരിക്കും? DBക്ക് ഈക്വൽ. സോ നമുക്ക് ലാസ്റ്റ് എഴുതുന്നത് therefore AD ഈക്വൽ ടു എന്താണ്? DB. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാൻ വരുന്നത്. ഹാൻസ് പ്രൂവ്ഡ് AD ഈക്വൽ ടു DB. നമുക്ക് അവസാനം കിട്ടി.